ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ സ്പെഷ്യൽ ദിവസം? അത് കാവേരി സംക്രമാണ് ഇവിടെ പറയുന്നത്. കാവേരിയില് തീർത്ഥം വരുന്നേ കൊള്ളത്തുന്നൊരിക്ക ഈ ദിവസം ഒരു കണ്ടുപിടിച്ചിന് ഇത്രേ മണിക്ക് വരൂ പറഞ്ഞിട്ട്. അതെ, അത് ഇന്ന് വരല്. അങ്ങനെ എന്റെ ചെറിയ മോന് മൈസൂരിലുണ്ടായി. ഓണും പിന്നെ അവന്റെ വലിയ മോനും പോയിന്, അദ്വീക്കും പോയിന്. ആ ചെറുതിനെ ഇവിടെ വിട്ടിട്ട് പോയിന് അച്ഛമ്മന്റെ അടുത്ത്. അങ്ങനെ കാവേരി സംക്രമണാന്ന് പറയുന്നത് ഇവിടെ തീർത്ഥം വരുന്ന ദിവസത്തിന് കാവേരിയിലാണ്. ഒരു കുണ്ടിന്റെ മാതിരി ചെരന്റെ അടുത്ത് ഉണ്ടാവും. കോൺക്രീറ്റ് എല്ലാം ഇട്ടിട്ട് കെട്ടിട്ട് അതിന്റെ ഉള്ളിന്ന് അവർ പറയുന്ന ടൈമിക്ക് 3 പ്രാവശ്യം ഇങ്ങനെ പൊങ്ങിട്ട് ഗുളുഗുളുന്ന് മേലെ വരും. അതാണ് പിടിച്ചിട്ട് ആ ചെരയ്ക്കും പോവത്. ചെരയിലുള്ളതിനെല്ലാം മുക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും, ഓരോരോ വിന്തിക കൊടുക്കും. അങ്ങനെ അതാണ് തീർത്ഥം. അതിന് പോയിട്ടുണ്ട് കുട്ടികള്. പിന്നെ വലിയ മോന് പണിക്കും പോയിന്, പിന്നെ അമ്മു മോളും പണിക്ക് പോയി. എല്ലാരും ഓരോരോ സ്ഥലത്തേക്ക് പോയപ്പാ. ഇപ്പൊ ഞങ്ങളെ ബാക്കി ഇവിടെ ചോറും ഉണ്ടിട്ട് അങ്ങനെ വന്നിട്ട് ഇരുന്നിന്. ഇപ്പൊ സൈക്കിളെല്ലാം പോയിട്ട് ഇങ്ങനെ അല്ലേ? സൈക്കിൾ പോയിട്ട് ഇങ്ങനായി. പിന്നെ ഓണം ഒറ്റയ്ക്കായി. ഗ്രൗണ്ടില് ആളുണ്ടാവും കളിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ പപ്പ വിചാരിച്ചതാണ്. ഇപ്പൊ ഒറ്റയ്ക്കായി. അതിന് അച്ഛമ്മയും വല്യമ്മയും കുട്ടിക്ക് വേണ്ടിയത് ഇപ്പൊ. ഇപ്പൊ എങ്ങനെയും വീട്ടിലുണ്ടല്ലേ, പണിക്ക് പോണില്ലല്ലേ. കുറച്ച് ദിവസം സുഖം ഇല്ലാണ്ടിരിക്കുമ്പോ എവിടേക്കും നടക്കില്ല. ഇപ്പൊ ഒരു ലേസം ഇരിഞ്ഞിട്ടല്ല ഇങ്ങോട്ടെല്ലാം വേറെപ്പ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് കളിക്കാന്. അപ്പൊ ഈ ടെഡി എപ്പോഴും ഒന്നിച്ചുണ്ടാവും അമ്മേന്റെ ബാക്കില്. ചിഗറ് വന്നോണ്ട് ഇനി 1 മാസം കഴിഞ്ഞാൽ പോവാവും അല്ലേ? അതെ, ഇപ്പൊ കായെല്ലാം ആയിട്ട് തീർന്നപ്പോ ഇങ്ങനെ അല്ലേ. മഴ എല്ലാം കുറച്ച് പോയല്ലേ. നെല്ലിക്ക മരം അത് അല്ലേ? നെല്ലിക്ക മരം ഉണ്ടാ നോക്കണം. അതിൽ നെല്ലിക്ക ഇല്ല. ചെടികള് മരങ്ങള് സ്റ്റൈലിക്ക് നട്ടിട്ട് ഇങ്ങനെ പാങ്ങാക്കിട്ട് ഇതാ ചെടിയെല്ലാം നോക്കും. എങ്ങനെ ആക്കി വെച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് അല്ലേ? പഞ്ചായത്ത് ഗ്രൗണ്ട്. നെല്ലി കായില്ല, നെല്ലി മരമുണ്ട്, കായില്ല. വലുതായിന് ഒരു ചെറിയ ചെടി തൈ ഉണ്ടായത്. ഇതിപ്പോ വലുതായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മേലെയും ഒരു സ്റ്റെപ്പാണ്. തോളം വരുമ്പോ മേലെ കുറച്ചൊക്കെ നല്ല ചെടി ഇത്. ഇത് കാണുമ്പോ കുത്തുന്ന അങ്ങനെ ഉണ്ട്, ഒന്നുമില്ല, കുത്തുന്നും കിത്തുന്നും ഒന്നുമില്ല. നല്ല രസമുണ്ട്. അതെ, വണ്ടി ഉരുട്ടി മതിയായി ഏറ്റി നിന്നിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ ഈ പൂച്ചെടി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അവിടെയും ഉണ്ട് പോലത്തത്. അതെ, നല്ല സ്റ്റൈല് ചെടി. അതെ ചെറുപുളിന്റെ അല്ലേ? അങ്ങനെ കളർ മാത്രം വേറെ. ഇത് കട്ടാക്കും. കട്ടാക്കിയാൽ മട്ടായിട്ട് പാങ്ങുണ്ടാവും. അങ്ങനെ സ്റ്റൈലിക്കുള്ളത് ഈ ചെടികളെല്ലാം സ്റ്റൈലില്ല.
അങ്ങനെ ബാദാമിന്റെ ആ ചെടി ഇത് മരം അല്ലേ? മരം. ആ ഇത് റോബസ്റ്റ് കുട്ടികൾ തിന്നാൻ നല്ല അതെ റോബസ്റ്റ് കാപ്പിന്റെ അങ്ങനെ ഉണ്ടല്ലോ മാ? അതേമ്മ ആ. റോബസ്റ്റ് നല്ല തണുപ്പല്ലോ അതിന്റെ അടിയിൽ. അതേമ്മ നല്ല നിറലുണ്ട്, അതെ നല്ല തണുപ്പും. അതെ അങ്ങനെ ചെടികളും ഉണ്ടല്ലേ. ഇത് നോക്ക്, ഏലക്കി ഏലക്ക് പോലത്തെ ഒരു ചെടി. ഏലക്കി ചെടി തന്നെ അന്നെങ്കിൽ ഏലക്ക ആനച്ചെടി എന്ന് പറയും. ആനച്ചെടി താഴെ ഒന്ന് ഏലക്കി വരാത്തത്, താഴെങ്കിൽ ഏലക്കാണെങ്കിൽ ഇവിടെ ഉണ്ടാവും. പേര് വന്നിട്ട് അതിലാണ് ഏലക്കുള്ളത്. ഇപ്പൊ ഇത് സ്റ്റൈലിന്റെ ചെടിയായി. അതെ ഏലക്കി ചെടി തന്നെ നല്ല അങ്ങനെ അതേ ഇതുണ്ട്. ഇതിന്റെ പൂവിടെ അത് ഏലക്കി ചെടിയിലും അങ്ങനെ പൂവ് തലപ്പുള്ളിണ്ടാവും. അങ്ങനെ തന്നെ ഇത് അവിടെ നോക്കുന്ന എത്ര പഴങ്ങളുള്ള വെക്കുന്നു. അതെ നമുക്കെല്ലാം ഓടിപ്പോയിട്ട് ഒരു ജാത് കൊണ്ടുപോയാൽ പൈസ ഉണ്ട്, അങ്ങനെ അടച്ചിട്ട് വേണം. അതെ നല്ല കുറവ് വിലയും. നാട്ടിനെല്ലാം വന്നവര് ഇവിടുന്ന് എടുത്തിട്ട് പോവപ്പാ. അതെ വേറെ വേറെ നാട്ടിൽ നിന്നല്ല വന്നവര് അതെ അതെല്ലാം എടുത്തിട്ട് കാറെല്ലാം നിർത്തിയിട്ട് മേടിച്ചിട്ടെല്ലാം പോവും. പൂന്ന് പറയുന്നത് അതെ കളർ കളർ വേറെ വലിയതായിട്ട് കിട്ടും. അതെ നല്ല വെളുക്ക് ആവും. ഇതിപ്പോ പുതിയതായിട്ട് വിടുന്ന കൊണ്ട് ചെറിയ ചെറിയ ഇതൊരു പിങ്ക് കളറിന്റെ അതെ അതും ഒരു കളറ്, ആ ചെത്തി ഒരു കളറ്, ഇതും ഒരു കളറ്. ഇത് മാമൂലി എല്ലാ വീട്ടിന്റെ അടുത്തും ഉണ്ടാവും. ഇത് കൊറേ മുട്ടായിട്ടുണ്ട് ഇപ്പോ. അതെ ഇത് മുട്ട അതെ നിറച്ചുണ്ടാവും അത്ര ഇതില്. കാണിച്ചില്ലേ അങ്ങനെ റൗണ്ട് കട്ടിങ് ആക്കിയിട്ട് അതേപോലത്തെ ചെടി. ഇത് എകരം വരില്ല. അതെ ഇങ്ങനെ തന്നെ ഇത് നല്ല ചപ്പട്ട മധുര ഉണ്ടല്ലോ അത് ഇല കൈ പോലെ അതെ അത് വരും. നല്ല പാങ്ങ്. അതെ കമറെല്ലാം ഉണ്ടല്ലേ. അതെ ആ പോലത്തെ ഇതിലൊരു കായും ഉണ്ടാവും അല്ലെ? അതെ മഞ്ഞ കളറിന്റെ ഒരു കായ് ഉണ്ടാവും. വലിയ മരം ആയാല് ഇത് വലിയ മരം ആവില്ലല്ലോ. ഇങ്ങനത്തെ പറ്റില്ല. അതെ അതെ ഇത് ചെറിയ ചെടിയാവുന്നത്. ഇതാ ഇവിടെ ഉണ്ടല്ലേ എന്താ മരം. ഇത് അങ്ങനത്തെ തന്നെ. എന്താ ഇത്ര മണ്ണ ഇതൊരു തരം ചെണ്ട് പൂവ്, ചെറിയൊരു ചെടി. ഇത് എത്ര പൂവുണ്ട്. അതെ ചെത്തിപ്പൂ. ഇതൊരു കളർ അല്ലേ പറയുന്നത്. ഇത് റെഡ് കളർ. നല്ല രസമുണ്ടല്ലേ മാ? അതെപ്പാ ചെടി ചെറിയൊരു ചെടി വലിയ പൂവായിട്ടുണ്ട്. ചെടിയില് രണ്ട് വിധം പൂവ്. അതെ ഒരു മഞ്ഞ പൂവ്, ഒരു വെളുത്ത പൂവ്. ഒരേ ചെടിയില് എല്ലായിടത്തും മഞ്ഞ, ഇത് വെളുപ്പൂ. ഇങ്ങനെ ഒരു ചെടി തന്നെ നട്ടിട്ടുള്ളത്. ഇതാ ഒരേ രക്കല്ലേ ഇതില്, ഒരേ കൊമ്പ്. ഇതാ ഒരേ കൊമ്പില് ഒരേ കൊമ്പ്. അതിന് രണ്ട് വിധം. അതെ നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ട്. നല്ല പാങ്ങണ്ട് പറഞ്ഞിട്ട് നമ്മളുടെ പൊരേന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നട്ടൂടാ. അതെ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാം. അതെ അത് പഞ്ചായത്താണ്. അതെ അതിനെ കൊണ്ട് തൊട്ടൂടാ. ഇത് ഈ പൂവിൽ നോക്കുമ്പോ എത്ര വിധം ഉണ്ട്. ഇപ്പൊ ഇവിടത്തോളം നമ്മൾ കണ്ട തന്നെ 3-4 വിധത്തിന്റെ ആയി. ഇത് മഞ്ഞ. ആദ്യം അവിടെ 3 ജാതി കണ്ടിട്ട് വന്നു. ഇപ്പൊ ഇതും നല്ല കളറല്ലേ. ചെറിയ ചെടിയിൽ വലിയ വലിയ പൂക്കള്. ഇവിടെ നോക്കും ഗീതേ, അവിടെ നോക്കും ഒരു കുഞ്ഞി ചെടി, അതിൽ ഇത്ര വീതി പൂവ്. അത് നമുക്ക് നോക്കാം. കുഞ്ഞി ചെടിയില് വലിയൊരു പൂവ്. അതെ അല്ലേ? കാണാൻ നമുക്ക്
ഇത്ര ഇതാവും എല്ലാത്തിനും. ഇതില് മെഞ്ഞാന്ന് വെക്കാൻ ഞങ്ങൾ വന്നിട്ട് എടുത്തിട്ട് പോയി. വലിയ പൂവ്. അതെ, വലിയ പൂവ് പറഞ്ഞിട്ട് എത്തതപ്പാ. ഇത് കല്ലിച്ചെടി എന്ന് പറയുന്നല്ലേ. പാല് തട്ടിയാല് കണ്ണല്ല ഒരു ജാതി ആവൂന്ന്, അങ്ങനത്തെ ചെടിയാണ്. ഇതില് പാല് വരൂ, ഇലനുള്ളിയാല് പാല് വരൂ. ഇതൊരു വിധം വേറെ. ഇത് ഇപ്പളെ കണ്ടത് കല്ലി ചെടി തന്നെ. അന്നെങ്കിൽ വേറെ കളറ് വേറെ. നോക്കട്ടെ ഇലയില് പാല് വരുന്നുണ്ടെന്ന്. ഇതാ ഈ പാല് തട്ടിക്കൂടല്ലേ? പാല് കണ്ണുക്കും കൈക്കും ബന്ധു പോയി അങ്ങനെ ആവും. പിന്നെ ഇതിലൊരു പൂവുണ്ട്. ഇതെവിടെ? മൊട്ട് മൂക്കുത്തി പോലത്തത്. അതെ, അത് വണ്ണം വെക്കുമ്പോ കാണാം. അതെ, ഇപ്പൊ ചെറിയ മൊട്ടാണ്. ഇതൊരു ചെടി. ഇത് സേവന്തിക, മഞ്ഞത്ത് സേവന്തിക. ഇവിടെ ഒരു മുരിങ്ങ ചപ്പ് മരമുണ്ട്. കുറേ സ്ഥലത്തൊന്നും ഇല്ല ഇത്. ഇവിടെ നമ്മുടെ ഏരിയത്തിലേ ഇല്ല. ഇതൊരു ചെടി എങ്ങനെയോ വന്ന് കിട്ടിയിട്ടുണ്ട്. കുരങ്ങുകൾ വിടുന്നില്ല ഇവിടെ. എന്ത് നട്ടാലും കുരങ്ങ് നാസാക്കുന്നത്. ഇത് പണ്ടത്തെ ബോർവെയിൽ. ഇതാ ഇവിടെ വെള്ളം ഇതിൽ തന്നെ അടിച്ചെടുക്കണത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. ഹാക്ക് ഗട്ടിയുണ്ട്. അതെ, നമ്മളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ അംഗനവാടിക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനത്തെ വെള്ളം കുടിക്കാൻ ഇവിടുന്ന് വെള്ളം വരുമോ ആട്ടുമ്പോൾ. ഇത് ഭയങ്കര ഇത് എന്താ പറഞ്ഞാൽ എന്തോ കേട് വന്നിന് കണ്ണ്. അതിനെ കൊണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് മേലേക്ക് ഇങ്ങനെ വരുന്നത്. പട്ടോർന്ന് ഇതാ ഉറുമ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് നിറഞ്ഞു. നിറച്ച് ഉറുമ്പുണ്ടല്ലേ നിച്ചു? ചോണാനുറുമ്പ്. ഞാൻ ഇത് ഇളക്കിയ പാട് ഇതാ ഫുള്ള് നിറഞ്ഞത്. കടിക്കുന്ന ഉറുമ്പല്ല അത്. ഇതൊരു പുല്ല് നോക്കുമ്പോ എന്ത് സ്റ്റൈലുണ്ടല്ലോ. അതെ, ഇതെല്ലാം സ്റ്റൈല് കായ്ക്ക് വെച്ചിട്ടുള്ളത്. ഇതാ കാണില്ല എന്ത് പാങ്ങ്. ഇതെല്ലാം പാങ്ങാക്കിയിട്ട് ഒരു പുല്ലും പുല്ലും ഇല്ലാണ്ട് പറിച്ചിട്ട് ക്ലീൻ ആക്കാൻ ആളെ വിടും. അവരെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചതാണ് ഇത്. അതെ, സ്റ്റൈല് കായിട്ട് ഇതങ്ങനെല്ലാം നട്ട് വെക്കല്. അതെ, പഞ്ചായത്തല്ലേ. ഒരാൾക്കും എടുത്തൂടാ. പോകലമ്മ. പോകപ്പാ. ഇനി പോയിട്ട് നമ്മ കുറച്ചവിടെ ഗ്രൗണ്ടിലെല്ലാം ഇരിക്കുക. കുട്ടികളെല്ലാം കളിക്കാൻ വരൂ. ಅವ್ರನ್ನೆല്ലാം നോക്കല്ലേ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം പോയിട്ട് വന്നല്ലേ. നല്ല പൂച്ചെടിയും എല്ലാം കണ്ടിട്ട് ഇപ്പൊ വന്ന് തണലത്ത്. അതെ, പിന്നെ നിച്ചുക്ക് പോകാനും ടൈമും ആയി. അതെ, നിച്ചുക്ക് ടൈമും ആയി. അവൻ്റെ അമ്മ പോണാക്കിയിട്ടുണ്ടായി. അതെ, എന്നിട്ട് മുമ്പത്തെ അങ്ങനെ അല്ലല്ലേ ഇപ്പോ. 3:30 മണിയാവുമ്പോ കൈ വിടൂ. പിന്നെ നമ്മളുടെ കാലത്തെല്ലാം 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്കേ ഇറങ്ങണു കാട്ടിൻ്റെ ഉള്ളിന്ന്. പിന്നെ ആ മാതിരി ഇപ്പം ഇല്ലല്ലേ. ടൈം ശരിക്ക് 3:30 ആയി, 2:30 ആയി. തോട്ടൽ പണിയെടുക്കുന്നവർക്ക് അങ്ങനെയല്ല. അമ്മാന്ന് പറഞ്ഞ് ടീച്ചർ തന്നെ കണക്കെടുക്കണേ. ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല പറഞ്ഞിട്ട് ആ കാലത്ത് പൊടി മക്കളുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് നമുക്ക് സ്കൂൾ കഴിക്കാനും പിടിക്കാനും ആണില്ല. കുറേ ദൂരം ആട്ടോയിൽ പോണവർക്കെല്ലാം പോകാം. ഞങ്ങൾക്കെല്ലാം ആട്ടോയിൽ പോകണമെങ്കിൽ ചാർജ് കൊടുക്കാനും ആവില്ല. അങ്ങനെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് പഠിപ്പില്ല. മക്കൾ ഞങ്ങളുടെ വയറ്റിൽ ജനിച്ചു, ഞങ്ങളുടെ പോലെ അവണ്ട പറഞ്ഞിട്ട് 5 മക്കളിനെയും പഠിപ്പിച്ച്. പെൺകുട്ടീനെ അധികേ പഠിപ്പിച്ച്, ഡിഗ്രി വരെ പഠിപ്പിച്ച്. പിന്നെ ആൺകുട്ടികളിനെ എത്ര പഠിക്കണോ, ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ് ഇങ്ങനെല്ലാം പഠിപ്പിച്ച്. അങ്ങനെ ഇപ്പോഴത്തെ പഠിപ്പ്. ഞങ്ങളുടെ കാലത്തിന്റെ പഠിപ്പ് മുടി നിറച്ചിട്ട് പോയിട്ട് പഠിക്ക് പറഞ്ഞാൽ പഠിക്കാനാവുക ആവില്ല. അങ്ങനെ പഠിപ്പെല്ലാം കുറവാണ്.
ഞങ്ങളുടെ കഷ്ടത്തിൻ്റെ കാലത്തിൻ്റെ ഞങ്ങളുടെ ജീവിതമായിരുന്നു. ഇപ്പൊ സ്വർഗം. ഇപ്പൊ സ്വർഗം മക്കളുടെ ചോറെല്ലാം ഇരുന്നിട്ട് തിന്നാനായി ഞങ്ങ ആ സുഖമെല്ലാം ഇപ്പൊ കൊള്ളുന്നുണ്ട്. പിന്നെ അങ്ങനെ ആയിട്ട് ഞങ്ങളുടെ സ്ഥിതി പറഞ്ഞ് പറയാണ്ടിരിക്കാൻ പാടില്ലല്ലേ. അങ്ങനെ പറഞ്ഞത് നമ്മളുടെ ഉള്ളത് പറയാൻ നമുക്ക് എന്തപ്പാ എന്താ പറയൂ. ഒരു സൈനല്ല ഇടൂ എഴുതിയിട്ട് പേരെഴുതി നമ്മ പറഞ്ഞാലും ആ എഴുതാ പറയൂ. അത് ഈ സംഘത്തിനല്ല പോയ കൊണ്ട് അതൊരു പേര് എഴുതാൻ പഠിച്ചു. അതൊരു പേര് എവിടെ പോയാലും എഴുതുന്നാന്ന്. പിന്നെ പഠിപ്പല്ല ഇല്ലപ്പാ. പോലെ മക്കള് മുട്ടാലാവണ്ട പറഞ്ഞിട്ട് മുട്ടലല്ലപ്പാ വിവരമല്ല പാങ്ങുണ്ട്. എനിക്ക് പഠിപ്പൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ്. അതെ, ബൈ.